വഴിമാറട ഷവോമി വരുന്നത് അതിഗംഭീര മോഡൽ ഫീച്ചറുകൾ കൊണ്ട് നിങ്ങളെ അമ്പരപ്പിക്കും. സ്മാർട്ട് ഫോൺ വിപണി എല്ലാ സാധ്യതകളും മുതലെടുത്തുകൊണ്ട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്മാർട്ട് ഫോണുകൾ പരീക്ഷണ ഘട്ടത്തിലാണ്. കമ്പനികളുടെ വലുപ്പ ചെറുപ്പത്തിന് അതിൽ പ്രാധാന്യമില്ല. ഇപ്പോഴിതാ സ്മാർട്ട് ഫോൺ കമ്പനികളിലെ കേമനായ റിയൽമിയും അത്തരമൊരു നീക്കത്തിന് ഒരുങ്ങുകയാണ്. ഒരു കിടിലൻ സ്മാർട്ട് ഫോണുമായി അവർ ചൈനീസ് മാർക്കറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞു. റിയൽമിയുടെ GT Neo 6 ഫോണാണ് ചൈനയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മികച്ച ഫീച്ചറുകളും നൂതന സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ മോഡൽ വിപണിയിൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാറ്ററിയിലായാലും പ്രൊസസ്സറായാലും അടിമുടി മാറ്റവുമായാണ് ഈ ഫോൺ എത്തുന്നത്. മറ്റ് ഫോണുകളെ പോലെയല്ല ഇതിന് ധാരാളം ഫീച്ചറുകൾ കമ്പനി കൂടുതലായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത് എപ്പോഴാണ് എത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല. കൂടാതെ ഫീച്ചറുകൾ അതേപടി നിലനിർത്തുമോ എന്നും പറയാൻ കഴിയില്ല. പുതിയ GT Neo സീരീസ് ഫോൺ ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 SoCയുമായാണ് വരുന്നത്. 6GB വരെ റാമും 1TB വരെ സ്റ്റോറേജും ഈ ഫോണിലുണ്ടാവും. 1.5K റെസല്യൂഷനുള്ള 820 LTPO AMOLED ഡിസ്പ്ലേയാണ് ഈ ഫോണിന്റെ ദൃശ്യഭംഗി. റിയൽമി GT Neo 6ന് 50 മെഗാപിക്സൽ സോണി സെൻസർ നയിക്കുന്ന ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഉള്ളത്. 120 വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 5500 mAh ബാറ്ററിയാണ് ഫോണിന്റെ നട്ടെല്ല്. ഇതൊരു മിഡ് ബജറ്റ് ഫോണാണെങ്കിലും ഇതിലെ ഫീച്ചറുകൾ അതിലും ഏറെ അർഹിക്കുന്നവയാണ് എന്നതാണ് പ്രത്യേകത. നിലവിൽ ചൈനയിൽ പുറത്തിറക്കിയിരിക്കുന്ന ഈ മോഡലിന് 22,000 രൂപ മുതലാണ് വില ആരംഭിക്കുന്നത്. ഏറ്റവും ഉയർന്ന വേരിയന്റിന് ഏകദേശം 27,000 രൂപ വരെയാകും വില ഉണ്ടാവുക. മറ്റു വേരിയന്റുകൾക്ക് ഇതിനിടയിലും വിലയുണ്ടാകും. ക്യാമറയുടെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാട്ടാതെയാണ് കമ്പനി ഈ ഫോണിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ 1:1.95 ഇഞ്ച് വലുപ്പവും f1.88 അപ്പർച്ചറുമുള്ള 50 മെഗാപിക്സൽ സോണി IMX 882 സെൻസറും 8 മെഗാപിക്സൽ സോണി IMX 355 ആംഗിൾ ലെൻസും ഉൾപ്പെടുന്ന ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത്. സെൽഫി അനുഭവം മെച്ചപ്പെട്ടതാക്കാൻ മുൻവശത്ത് 32 മെഗാപിക്സൽ സോണി IMX 615 ക്യാമറ നിങ്ങൾക്ക് ലഭിക്കും. ജിയോമാഗ്നറ്റിക് സെൻസർ, ലൈറ്റ് സെൻസർ, കളർ ടെമ്പറേച്ചർ, അണ്ടർ സ്ക്രീൻ പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറേഷൻ സെൻസർ, ഗ്രാവിറ്റി സെൻസർ, ഗൈറോസ്കോപ്പ് എന്നിവ ഉൾപ്പെടെ സെൻസറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ ഫോണിലുണ്ട്. നിലവിൽ ഈ ഫോൺ ഇന്ത്യയിൽ എത്തുന്നതിന്റെ മറ്റു വിവരങ്ങൾ ഒന്നും ലഭ്യമല്ലെങ്കിലും അധികം വൈകില്ലെന്നാണ് സൂചന.